얼굴로 보니 അത് ശരി. ഇവിടുന്ന് എഴുന്നേറ്റാ എനിക്ക് പണി തരുന്നു അല്ലേ? കൊള്ളാം. ശരീരം ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ ഈ കിടപ്പി കിടന്നോണ്ട് നീ എനിക്ക് എന്ത് പണി തരുന്ന? അടുത്ത കാലത്ത് എന്തെങ്കിലും ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ നീ ഒരു ശവ, വെറും ജീവശവ. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് ആക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റൊന്ന് നിൽക്കാൻ പോലും കഴിയാത്ത നിന്നെ എനിക്ക് എന്തു വേണേലും ചെയ്യാം. പക്ഷെ നിന്റെ ഈ ദയനീയ അവസ്ഥയിൽ നീ ആയിട്ടൊരു വഴക്കിന് എനിക്ക് താല്പര്യമില്ല. പകരം ഞാൻ നിനക്കൊരു ഓഫർ തരാം. അതിലൂടെ ഇതുവരെ നമ്മൾ തമ്മിൽ ഉണ്ടായതൊക്കെ നമുക്ക് മറക്കാം. എന്താ, റെഡിയാണോ? നിനക്ക് ഞാൻ എഴുതി തന്ന ആ 45% ഷെയർ അത് നീ എടുത്തോ. ഞാൻ ഇനി അതിന്റെ പിന്നാലെ വരികയില്ല. പകരം നീ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. അർച്ചനയെ പറ്റി ഒരാളോടും ഒരു വാക്ക് പോലും ഇനി പറയരുത്. പ്രത്യേകിച്ച് സച്ചിയോടും ഗൂഗിളിനോടും. എന്റെ വാക്ക് കേൾക്കാതെ ആരോടെങ്കിലും നീ അത് പറഞ്ഞ കിടക്കുന്ന കിടപ്പിൽ നിന്നെ ഞാനങ്ങ് തീർക്കും. അറിയാലോ, അവന്തിക ഒന്ന് തീരുമാനിച്ചാ അത് ചെയ്തിട്ടേ അടങ്ങും. നിനക്ക് വല്ലാത്ത ഭാഗ്യമുണ്ട് രാജീവേ. അതുകൊണ്ട് ഇപ്പോഴും നീ ജീവനോടെ ഇരിക്കുന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവന്തിക തീർക്കണമെന്ന് വിചാരിച്ചതൊന്നും ഇതുവരെ ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം. നിനക്ക് വേറെ വഴിയില്ല രാജീവേ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആലോചിക്ക്, ഞാൻ വീണ്ടും വരാം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നിനക്ക് എളുപ്പം സുഖപ്പെടാനല്ല, ഒരിക്കലും എഴുന്നേക്കാതെ ഇതുപോലെ ഇങ്ങനെ കിടന്ന് കിടന്ന് നരകിക്കാം. അപ്പൊ ശരി, പോട്ടെ. മര്യാദക്ക് സംസാരിക്കണം. നിങ്ങൾക്ക് ആരാ? പോലീസിന് എന്താ ഇവിടെ കാര്യം? കാര്യം ഉണ്ടായിട്ടാണല്ലോ വന്നത്. നിങ്ങൾ എന്ത് അഹങ്കാരമായി കാണിക്കുന്നേ? ആദ്യം നിങ്ങൾ ഇവരോട് മൊബൈൽ ഓഫ് ചെയ്യാൻ പറ. ഇവിടെ അനാശാസ്യം നടക്കുന്നെന്ന് പരാതി കിട്ടിയിട്ട് വന്നതാ ഞങ്ങള്. അയ്യോ, നിങ്ങക്ക് ആള് മാറിയതാ. ആരതിമയുടെ ഒരു അഡ്വക്കേറ്റാണ്. ഇവിടെ കോടതിയിൽ കേസിന് വന്നതാ. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പറയുന്നത്. ചിലരെ പ്രധാനമന്ത്രിയാണെന്ന് പോലെ പറയും സാറേ, പക്ഷേ ഇത് സൂക്കേട് വേറെയാ. നിർത്തണം. മിണ്ടായിരിക്കണി. നീ ആരാടാ? എവിടെ ഭർത്താവോ അതോ കൂട്ടിക്കൊടുപ്പായിരുന്നോ? ഒരു സെക്സ് റാക്കറ്റ് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ ഞങ്ങള്. നീ ഇവിടെ എത്ര പേർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടാ? പറടാ. മര്യാദയോട് പറയരുത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ മരുന്നോടാ. പോലീസ് ആണെങ്കിൽ അത് കയ്യിൽ വെച്ചാ മതി. ആവശ്യമില്ലാത്ത അധികാരം ഇവിടെ എടുത്താലേ താ വിവരം അറിയും. നീ എന്നെ എന്ത് ചെയ്യടി? സാറേ, സത്യമായിട്ട് ഞങ്ങള് വെണ്ടിപ്പോകരുത്. നീ തോന്നിയ ദിവസം കാണിച്ചിട്ടേ എന്ന് കുറയ്ക്കുന്നോടാ. പിടിച്ച് വണ്ടി കയറ്റോട്ടോ രണ്ടിനെ. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ആര് പറഞ്ഞാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ഞാൻ പറഞ്ഞിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തിന്? അതിന് നിങ്ങൾ എന്റെ ആരാ? ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ കള്ളും കുടിച്ച് റോഡിൽ ഒരു ബോധമില്ലാതെ കിടന്ന് നിന്നെ എന്ത് ചെയ്യണായിരുന്നു? അവിടെ കിടന്ന് വല്ല വണ്ടിയും കയറി ചാവാൻ വിടണായിരുന്നോ? ഞാൻ എങ്ങനെ ചത്താലും നിങ്ങൾക്ക് എന്താ? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തൊക്കെയായാലും നീ എന്റെ പഴയ ഭർത്താവിന്റെ അനിയനല്ലേ? നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് സഹതാപമുണ്ട്. നീ പറഞ്ഞല്ലോ ഞാൻ നിന്നെയും കുടുംബത്തെയും ചതിച്ചു. അതിലൊന്നും എനിക്ക് ഇപ്പോഴൊരു കുറ്റബോധമില്ല.
കാരണം ഞാൻ അതെല്ലാം എന്റെ അച്ഛന് വേണ്ടി നടത്തിയ പ്രതികാരം. നിന്റെ അച്ഛൻ തട്ടിയെടുത്ത എന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ തിരിച്ചു പിടിച്ചു. എന്റെ അച്ഛനെ ആരെയും തെളിച്ചിട്ടില്ല. അതൊക്കെ ഇനി കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. മൂർത്തിനോട് വിളിച്ച് കാര്യം പറഞ്ഞപ്പോ എനിക്കാകെ സങ്കടാ തോന്നിയത്. അതുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. സന്ദീപേ, കാരണമില്ലാതെ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മതി, അതിനെക്കുറിച്ച് ഇനി ഒന്നും വിശദീകരിക്കണ്ട. ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ അമ്മ തുടങ്ങിയ കടവരെ നിങ്ങൾ തകർത്തു. അതിന് കാരണം നിന്റെ ഏട്ടൻ സച്ചിയാ. സത്യത്തിൽ അവനാ നിങ്ങളുടെ കുടുംബം ഇത്രയും തകർത്തത്. എന്റെ മോളെ എന്നിൽ നിന്ന് അവൻ അകറ്റാൻ നോക്കിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ അവനോടുള്ള വൈരാഗ്യമൊന്നും എനിക്ക് നിന്നോടില്ല. അന്നും ഇന്നും നിന്നെ എന്റെ അനിയനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. കുടുംബത്തില് ഒരു മോഷ്ടാവിന്റെ വില മാത്രമേ ഇപ്പൊ നിനക്കുള്ളൂ. സ്വന്തം ഭാര്യയുടെ വിവാഹമോതിരം വരെ എടുത്തോണ്ട് പോയി വിറ്റ് കള്ളു കുടിച്ചവൻ. അതാ ഇപ്പൊ നിന്റെ വീട്ടിൽ നിനക്കുള്ള മേൽവിലാസം. നിന്റെ ഭാര്യ ആതിര പോലും നിന്നെ ഇപ്പൊ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നാവും നീ ആലോചിക്കുന്നത്? അറിയേണ്ടതൊക്കെ ഞാൻ അറിയും. അതിപ്പോ എങ്ങനെ ആയാലും